ഇനി പാലക്കാടേക്കാണ്. കൽപ്പാത്തിയിൽ ഇന്ന് ദേവരഥ സംഗമം. മൂന്നാം ദിനമായി ഇന്നും രഥപ്രയാണം ആരംഭിച്ചു. പഴയ കൽപ്പാത്തി ലക്ഷ്മി നാരായണ പെരുമാൾ, ചാത്തപുരം പ്രസന്ന മഹാഗണപതി എന്നിവരുടെ രഥങ്ങളാണ് രാവിലെ അഗ്രഹാര വീഥികളിൽ പ്രയാണം നടത്തിയത്. വൈകിട്ടോടെ ഗ്രാമപ്രദക്ഷിണം നടത്തി 5 രഥങ്ങൾ തേരമുട്ടിയിൽ സംഗമിക്കും. വലിയ തിരക്കാണ് കൽപ്പാത്തിയിൽ അനുഭവപ്പെടുന്നത്. കൽപ്പാത്തി രഥോത്സവം മൂന്നാം ദിനം രഥപ്രയാണം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് രാവിലെ ആദ്യം ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രത്തിൽ രഥാരോഹണം നടക്കുകയും തുടർന്ന് അവിടെ രഥപ്രയാണം ആരംഭിക്കുകയും ചെയ്തു. അതിനുശേഷം ഏകദേശം 11:45 രണ്ടാമതായിട്ട് ലക്ഷ്മി നാരായണ പെരുമാൾ, പഴയ കൽപ്പാത്തിയിലെ ലക്ഷ്മി നാരായണ പെരുമാളിൻ്റെ രഥാരോഹണം നടന്നത്. ആ രഥാരോഹണത്തിന് ശേഷം ലക്ഷ്മി നാരായണ പെരുമാൾ സ്വാമിയും രഥപ്രയാണം നടത്തി. വലിയ തിരക്കാണ് ഇന്ന് കൽപ്പാത്തിയിൽ അനുഭവപ്പെടുന്നത്. ഈ മൂന്നാം ദിവസത്തെ രാവിലത്തെ പ്രധാന ചടങ്ങുകൾ എന്നുള്ളത് അത് ഈ 2 ക്ഷേത്രങ്ങൾ തന്നെയാണ്. അതായത് ചാത്തപുരത്തെ പ്രസന്ന മഹാഗണപതി ക്ഷേത്രവും അവിടെ ഭഗവാൻ രഥാരോഹണം നടത്തി രഥപ്രയാണം എന്നുള്ളതാണ് രാവിലത്തെ ഒരു ചടങ്ങ്. രണ്ടാമത് പഴയ കൽപ്പാത്തിയിലെ ലക്ഷ്മി നാരായണ പെരുമാൾ സ്വാമി ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ ഭഗവാൻ രാവിലത്തെ ചടങ്ങുകൾക്കും മറ്റും വേദപാരായണവും വിശേഷാൽ പൂജകൾക്കുമൊക്കെ ശേഷം അലങ്കാരഭൂഷിതനായി ദേവരഥത്തിൽ കയറി ആ രഥത്തിൽ ഭഗവാൻ കയറി രഥപ്രയാണം ആരംഭിക്കുകയുണ്ടായി. അത്തരത്തിൽ ഈ 2 ക്ഷേത്രങ്ങളിലെ ദേവരഥങ്ങൾ പ്രയാണം നടത്തിയതാണ് ഇന്ന് രാവിലെ പ്രധാന ചടങ്ങായിട്ട് ഉണ്ടായിട്ടുള്ളത്. ഈ 2 ഇടത്തും വലിയ തിരക്കാണ്. ആളുകളുടെ വിവിധ ജില്ലകളിൽ നിന്ന്, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വിദേശികൾ പോലും എത്തി വലിയ തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്നുള്ളതാണ്. ഞായറാഴ്ച കൂടി ആയത് പശ്ചാത്തലത്തിലാണ് വലിയ തിരക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഇനി കൽപ്പാത്തി രഥോത്സവത്തിൽ ഇന്ന് വൈകിട്ട് നടക്കുന്ന ദേവരഥ സംഗമം അത് തന്നെയാണ് പ്രധാന ചടങ്ങ് എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ അഗ്രഹാര വീഥികളിൽ പ്രയാണം നടത്തിക്കൊണ്ടിരുന്ന വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയുടെയും അതുപോലെ തന്നെ ഗണപതിയുടെയും വള്ളി ദേവാന സമേത സുബ്രഹ്മണ്യ സ്വാമിയുടെയും ഒപ്പം തന്നെ പഴയ കൽപ്പാത്തിയിലെ ലക്ഷ്മി നാരായണ പെരുമാളിൻ്റെയും ചാത്തപുരത്തെ പ്രസന്ന മഹാഗണപതിയുടെയും ഒക്കെ രഥങ്ങൾ, ഈ 5 രഥങ്ങൾ ഒരുമിച്ച് സംഗമിക്കുന്ന വേള, അതാണ് ഇനി കൽപ്പാത്തി രഥോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തം. അത് ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടെയാണ് ഈ 5 രഥങ്ങൾ ഒരുമിക്കുന്ന ദേവരഥ സംഗമം ഉണ്ടാവുക. ആ ദേവരഥ സംഗമം കാണുന്നത് വളരെ പുണ്യമാണ് എന്നുള്ളതാണ് വിശ്വാസം. കാരണം ഒരു വർഷത്തിൽ 363 ദിവസവും ദേവീദേവന്മാരെ നമ്മൾ ക്ഷേത്രങ്ങളിൽ ചെന്നാണ് കാണാറ് എങ്കിൽ ഇന്ന് വൈകിട്ട് 6 മണിയോടെ ആവുമ്പോൾ ഈ ദേവീദേവന്മാരെയൊക്കെ ഒരുമിച്ച് കാണാൻ വിശ്വാസികൾക്കൊന്നടങ്കം കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ അസുലഭം നിമിഷം അത് വർഷത്തിലൊരിക്കൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. അത് ഇന്നത്തെ ദിവസമാണ്. ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടെയാണ്. ഏതായാലും കൽപ്പാത്തിയിൽ ആ നിമിഷം കാണുന്നതിന് വേണ്ടി ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടെയാണ് ദേവരഥ സംഗമം നടക്കുക. ഇപ്പോൾ ഏതായാലും അഗ്രഹാര വീഥികളിൽ രാവിലെ രഥങ്ങൾ പ്രയാണം നടത്തി അവസാനിപ്പിച്ചു കഴിഞ്ഞു. ഇനി 4 മണിക്ക് തുടങ്ങി 4 മണി മുതൽ 6 മണി വരെയാണ് അഗ്രഹാര വീഥികളിൽ ദേവരഥങ്ങൾ പ്രയാണം നടത്തുക. തേരുമുട്ടിയിൽ 6 മണിയോടുകൂടി സംഗമിക്കുന്ന ആ നിമിഷം അത് കാണുന്നതിന് വേണ്ടി, അത് അനുഭവിക്കുന്നതിന് വേണ്ടി, ആ വിശ്വാസ സാന്ദ്രമായ നിമിഷത്തിൽ ഭഗവാന്റെ ദേവതകളുടെ അനുഗ്രഹം വാങ്ങുന്നതിന് വേണ്ടിയൊക്കെ ഒരുപാട് ആളുകൾ കൽപ്പാത്തിയിലേക്ക് ഒഴുകിയെത്തുന്നത്. ഏതായാലും ആളുകൾ എല്ലാവരും, വിശ്വാസികൾ എല്ലാവരും ആ നിമിഷത്തിന് വേണ്ടി തന്നെയാണ് ഇനി കാത്തിരിക്കുന്നത്. ശശികുമാർ പടന്നക്കാടിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.